ഹലോ, ടർബോ പവർ ജോസിന്റെ കഥയുമായി എത്തിയ ടർബോ മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത സിനിമയാണ്. മമ്മൂക്കയെ കൂടാതെ ബിന്ദു പണിക്കർ, ജോണി ആന്റണി, ദിലീഷ് പോത്തൻ, അഞ്ജന ജയപ്രകാശ്, ശബരീഷ് വർമ്മ, അങ്ങനെ കുറേയധികം പേരുണ്ട്. ഒരു സാത്താന്റെ പുഞ്ചിരിയുമായി സ്ക്രീൻ കീഴടക്കുന്ന രാജ്ബി ഷെട്ടിയാണ് വില്ലൻ. തെലുങ്ക് നടൻ സുനിലും അല്പസ്വല്പം വില്ലത്തരമൊക്കെ ആയിട്ട് സ്ക്രീനിൽ നിറഞ്ഞാടുന്നുണ്ട്. നാട്ടിലെ എല്ലാ പെരുന്നാളിനും തല്ലുണ്ടാക്കുന്ന ജോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ താൻ തല്ല് അങ്ങോട്ട് പോയി ഉണ്ടാക്കുകയല്ല, തല്ല് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? തല്ല് ജീപ്പും കാറും പിടിച്ച് നാട്ടിലേക്ക് വന്നാൽ ജോസ് എന്ത് ചെയ്യാനാണ്? ജോസ് ആണെങ്കിൽ പാവപ്പെട്ടവനാണ്. കക്ഷി ജീപ്പ് ഓടിച്ച് വിദേശികളെ ട്രെക്കിങ്ങിനും മറ്റ് ഹൈ റേഞ്ച് കാണാനും ഒക്കെ കൊണ്ടുപോകുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ്. ഇടയ്ക്കിടയ്ക്ക് തല്ല് ഇങ്ങോട്ട് വണ്ടി പിടിച്ച് വരും, കക്ഷി തല്ല് കൊടുത്ത് പറഞ്ഞു വിടും. അതുപോലെയാണ് ഇത്തവണയും പെരുന്നാളിന് അരിവാൾ സാബുവും കക്ഷിയുടെ സ്ഥിരം ഗാങ്ങുമായിട്ട് വന്നത് അടി ഉണ്ടാക്കാൻ. അപ്പോൾ ജോസ് വിചാരിച്ചത് മുൻ വൈരാഗ്യം മൂലം വീണ്ടും വന്നതാണെന്നാണ്. എന്നാൽ സംഭവം അങ്ങനെയല്ല. അരിവാൾ സാബു ഇത്തവണ തല്ലുണ്ടാക്കാൻ വന്നതിന് മറ്റൊരു കാരണമുണ്ട്. ആ കാരണം തന്നെയാണ് ടർബോ എന്ന സിനിമയിലേക്ക് നയിക്കുന്നത്. ആ കാരണം മൂലം ജോസിന് നാട് വിടേണ്ടി വരുന്നു. അവിടെയാണ് ടർബോ എന്ന സിനിമ തുടങ്ങുന്നത്. ചെന്നൈക്ക് വണ്ടി കയറുന്ന ജോസിന്റെ കൂടെ അടിയും വണ്ടി കയറി ചെല്ലുന്നു. എന്തായാലും ഒരു വഴിക്ക് പോകുമല്ലേ, ജോസിനെ ഒറ്റയ്ക്ക് വിടണ്ടെന്ന് വിചാരിച്ചു കാണും. ഇനി ജോസ് ചെന്നൈ പോയിട്ട് നന്മ നിറഞ്ഞവനായ വല്ല ഗാന്ധിയോ ബുദ്ധനോ ആയാലോ എന്ന് വിചാരിച്ചിട്ടാവും അടി എന്തായാലും ചെന്നൈയിലേക്ക് ചെല്ലുന്നു. ചെന്നൈ ഭരിക്കുന്നത് നമ്മൾ മുൻപ് പറഞ്ഞ ആ സാത്താനാണ്. വെട്രിവേൽ ഷൺമുഖ സുന്ദരം. കക്ഷിക്ക് ഫുൾ നെയിം പറഞ്ഞില്ലെങ്കിൽ ഇഷ്ടമല്ല. അപ്പോൾ വെട്രിവേൽ ഷൺമുഖ സുന്ദരം എന്ന രാജ്ബി ഷെട്ടിയാണ് ചെന്നൈ നഗരം ഭരിക്കുന്നത്. മന്ത്രിസഭയെ വരെ മറിച്ചിടാൻ കഴിവുള്ള, രാഷ്ട്രീയക്കാരെ ചൊൽപ്പടിക്ക് നിർത്തുന്ന, നമ്മൾ മുൻപൊക്കെ കണ്ടിട്ടുള്ള അതേ ഡോൺ തന്നെയാണ് ഇവിടെയും. പക്ഷേ രാജ്ബി ഷെട്ടി ആയതുകൊണ്ട് അതിന് മറ്റൊരു തലം കൈവരുന്നു. അദ്ദേഹത്തിന്റെ ഡെവിലിഷ് സ്മൈലും നടക്കുമ്പോഴുള്ള ആ സ്റ്റൈലും ആ സ്വാഗുമെല്ലാം കണ്ടു തന്നെ അറിയേണ്ടതാണ്. രാജ്ബി ഷെട്ടി ഒന്നൊന്നര വില്ലനായിട്ട് അവതരിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു സിനിമയിൽ നായകന്റെ ശക്തി വെളിവാകുന്നത് വില്ലൻ എത്ര ശക്തനാണ് എന്നതിനനുസരിച്ചാണ്. വില്ലൻ അധികം ശക്തിയില്ലാത്തവനാണെങ്കിൽ നായകനും അത്ര ശക്തി ഉണ്ടാവില്ല. വില്ലന്റെ പവറിനനുസരിച്ചായിരിക്കും നായകന്റെയും പവർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ജോസും കൂടെ ചെന്നൈയിലെത്തിയ സ്ഥിതിക്ക് ജോസും വെട്രിവേലും കൊമ്പ് കോർക്കുമെന്ന് നമുക്കറിയാം. എന്തിനു വേണ്ടിയാണ് കൊമ്പ് കോർക്കുന്നത്? ഈ കൊമ്പ് കോർത്തിട്ട് വെട്രിവേൽ പണി വാങ്ങുമോ ഇല്ലയോ എന്നാണ് ഇനി കാണേണ്ടത്. ടർബോ ഒരു ടെംപ്ലേറ്റ് സിനിമയാണ്. ഇതിന്റെ ഓവറോൾ സ്ട്രക്ചർ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുള്ളതാണ്. നാട്ടിൽ അടിപിടിയുമായി നടക്കുന്ന നായകൻ അയാൾ നാടുവിട്ട് മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ അവിടെ കീഴടക്കി വാഴുന്ന ഒരു മാഫിയ ഡോൺ, അയാളുമായി എന്തിനോ കൊമ്പ് കോർക്കുന്ന നായകൻ. ഇത് തന്നെയാണ് ഇതിന്റെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ എന്താണെന്നും ഈ കഥ എന്താണെന്നും ബേസിക് കണ്ടന്റ് എന്താണെന്നും നമുക്ക് ട്രെയിലറിൽ നിന്ന് തന്നെ മനസ്സിലായതാണ്. അതുകൊണ്ട് തന്നെ അൺപ്രഡിക്റ്റബിൾ സ്റ്റോറി ലൈനോ അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റോ പ്രതീക്ഷിച്ച് നിങ്ങൾ തിയേറ്ററിലേക്ക് ചെല്ലരുത്. അതേസമയം വെട്രിവേലും ടർബോ ജോസുമായി കൊമ്പ് കോർക്കാനുണ്ടാകുന്ന ബേസിക് റീസൺ അത് പുതുമയുള്ളതാണ്. അത് നമ്മൾ മുൻപ് കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ റീസൺ പുതുമയുള്ളതാണ്. പക്ഷെ അതിന് മുൻപും ശേഷവും സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ടർബോ മമ്മൂക്ക ഫാൻസ് ഏറ്റെടുക്കാൻ പോകുന്ന സിനിമയാണ്. ടർബോ ജോസിന്റെ ക്വിന്റൽ അത് തീ പാർന്ന രീതിയിൽ നമുക്ക് ഗൂസ് ബംസ് തരുന്ന രീതിയിൽ കോറിയോഗ്രാഫ് ചെയ്ത ഫീനിക്സ് പ്രഭുവും അതിന്റെ അതേ ഊർജം നമ്മളുടെ സിരകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ BGM ചെയ്ത ക്രിസ്റ്റോ സേവിയറും ഇതിനെല്ലാം മറ്റൊരു തലത്തിലേക്ക് എലവേറ്റ് ചെയ്യുന്ന രീതിയിൽ പാക്ക് ചെയ്ത സംവിധായകൻ വൈശാഖുമെല്ലാം കയ്യടി അർഹിക്കുന്നു. ഇങ്ങനെ ഒരു പാക്കേജിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് തിയേറ്ററിൽ കണ്ടറിയേണ്ട സിനിമയായി മാറുന്നു. ഇതിന്റെ ടെക്നിക്കൽ എക്സലൻസ് നമുക്ക് തിയേറ്ററിൽ നിന്ന് മാത്രമേ അനുഭവിച്ചറിയാൻ കഴിയൂ. OTTയിൽ വരുമ്പോൾ ആ ഫീൽ കിട്ടണമെന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. തിയേറ്ററിൽ ആർപ്പ് വിളിക്കുന്ന ഫാൻസിനൊപ്പം കയ്യടികൾക്കിടയിൽ ഇരുന്ന് കാണുമ്പോഴുള്ള ആ രസം OTTയിൽ എന്തായാലും കിട്ടാൻ പോകുന്നില്ല. പിന്നെ മിന്നൽ ചേസിംഗ്, ടർബോ പവർ ചേസിംഗ് ആണ് ഈ ടർബോ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. പ്രെഡിക്റ്റബിൾ സ്റ്റോറി ലൈൻ ചിലർക്ക് നെഗറ്റീവായി തോന്നാം. നായകൻ വില്ലൻ സംഘർഷങ്ങൾ ചിലർക്ക് ക്ലീഷയായി അനുഭവപ്പെടാം. എന്നാൽ ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്കും നായകന്റെ മാസ് സീൻസ്, മാസ് സീക്വൻസുകൾ ആഗ്രഹിക്കുന്നവർക്കും തിയേറ്ററിൽ നിന്ന് കൈയടിക്കാനും ആർപ്പ് വിളിക്കാനുമുള്ള വക ടർബോ തരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് തിയേറ്ററിൽ ധൈര്യമായിട്ട് പോയി ടർബോ കാണാം. എന്നാൽ വ്യത്യസ്തമായ പുതുമയുള്ളൊരു കഥ ആഗ്രഹിക്കുന്നവർക്ക് ടർബോ ഞാൻ സജസ്റ്റ് ചെയ്യില്ല എന്നതാണ് സത്യം.